ഗൈസ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഒരു കഫേ പോയായിരുന്നേ. നമ്മൾ പോണ വഴിക്ക് തന്നെ നമ്മൾ പുറത്ത് മഫിൻ ഹൗസിൽ നിന്ന് 2 പീസ് ചീസ് കേക്കൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അങ്ങനെ അവിടെ കൊണ്ടുപോയി ആ ചീസ് കേക്ക് ഇതുപോലെ സെറ്റപ്പാക്കി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ബ്രൈഡ് ടു ബി ടച്ച് ഉണ്ടെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ മുകളിൽ 24-ൻ്റെ ക്യാൻഡിൽ വെക്കണമെന്ന് ഒരാൾക്ക് ഭയങ്കര നിർബന്ധം. എനിക്കാണെങ്കിൽ അത് വെക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ സ്ഥലമില്ലാത്ത സ്ഥലത്ത് ആ കേക്കിൻ്റെ മുകളിൽ എങ്ങനെയൊക്കെ നമ്മൾ സെറ്റപ്പാക്കി ഇതുപോലെ ആക്കി വെച്ച്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ നമ്മളൊരു വെജ് റോളും അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേയുടെ ആളെത്താറായെന്ന് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടി. അങ്ങനെ നമ്മൾ നേരത്തെ വെച്ച് 24-ൻ്റെ ക്യാൻഡിൽ അങ്ങ് കത്തിച്ചു വെച്ച്. അപ്പോഴത്തേ അവൻ വന്നു. അവനാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. പിന്നെ നിങ്ങളുടെ എല്ലാ കൂട്ടത്തിലും കാണുമായിരിക്കുമല്ലോ ലേറ്റായി വരുന്ന ഒരാൾ. അങ്ങനെ ഒരാളാണത്. അങ്ങനെ എല്ലാവരും വന്ന സ്ഥിതിക്ക് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു ബ്ലൂബെറി ചീസ് കേക്ക് ഉണ്ടായിരുന്നു. അതും കഴിച്ചു. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചീസ് കേക്ക് ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ബ്ലൂബെറി ചീസ് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് അവിടുത്തെ മെനു ഒക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് വെച്ച് വായിച്ച് പഠിച്ചു. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടറായിട്ട് നമ്മൾ സാലഡും പെരി പെരി ലൈസും ഓർഡർ ചെയ്തു. ആ പെരി പെരി ലൈസ് വായിൽ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ഉപ്പായിരുന്നു. സോൾട്ട് ഭയങ്കര കൂടുതലായിരുന്നു. ഇവരെന്ത് നോക്കിയാണ് സോൾട്ട് അതിൽ ഇട്ടേന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് ബോൾ, ഡ്രാഗൺ ചിക്കൻ റോള്, പാസ്ത ഇതെല്ലാം നമ്മൾ ഓർഡർ ചെയ്തു. ഇതിലും കുറച്ച് സോൾട്ടി ആയിട്ട് നമുക്ക് തോന്നിയായിരുന്നു. ഡ്രാഗൺ ചിക്കൻ കൊള്ളായിരുന്നു, പക്ഷെ പാസ്തയിലും ഭയങ്കര സോൾട്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു BBQ ചിക്കൻ ബർഗറും കൂടെ പറഞ്ഞു. അങ്ങനെ ഇതും കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം എന്തെങ്കിലും കുടിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഫ്രഷ് ലൈം, മിൻ ലൈം, ലൈം ടീ അങ്ങനെ ഒരുപാട് പറഞ്ഞു. അതിൽ ഞാൻ ഓർഡർ ചെയ്ത മിൻ ടീ അല്ല കേട്ടോ, മിൻ ലൈം കട്ട് കുടിക്കുന്ന ആളെയാണ് നിങ്ങളീ കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഈ ഒരു കഫേയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മൾ ട്രിവാൻഡ്രം പൊട്ടക്കുഴിയുള്ള ടമ്മി ടേൽസ് ആണേ. ഓക്കെ, ബൈ ബൈ.